മകനൊരു കത്തുണ്ടേ ആ യൂണിവേഴ്സിറ്റി എന്നാ വേണ്ട എന്നാ വേണ്ട. അല്ല മകനൊന്നും ഇങ്ങോട്ട് വിളിക്കേ. എന്തിനേന്ന് അതൊക്കെ ഈ നാടകത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്തേലും അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കൊണ്ടുപോകാം. ഇത് രജിസ്റ്റേർഡാ. ഇത് മകനൊന്നും ഇങ്ങോട്ട് വിളിക്കേ. എനിക്ക് ഒപ്പിട്ടിട്ട് എനിക്ക് പോകണം. ശ്യാമളേ 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 നിന്റെ മോന്റെ സർട്ടിഫിക്കറ്റ് വന്നേക്കണോ? നാടകം പഠിച്ചതിന്റെ. ഇതിവിടെ വേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ പോണ്ടേ, പിടിപ്പിച്ചിട്ടേ പോണ്ടി നിൽക്കുക. എന്താണ് സത്യേട്ടാ, നമ്മുടെ മോൻ നാടകം പറഞ്ഞ് കോക്കിരി കാണിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് അല്ലേ മേടിച്ച് വെക്കുന്ന. എന്തിനാണത്? ഒരു വേലയും പണിയിലായിരിക്കുമ്പോ അവന് നോക്കി നെടുകപ്പിടാം. മോനെ ഷീതോ ഷീതോ. അല്ല സത്യം, മകന് ജോലിയൊന്നും ആയില്ലേ? ആയി. ഒപ്പം അടുത്ത ആഴ്ച കലക്ടറാവും. ഓഹോ. ഒന്ന് പോവാ സുമേഷ്. കഷ്ടം അമ്മത് ഒരു ഡയലോഗ് പഠിക്കാൻ സമ്മതിക്കില്ല. എന്തത്? ഒരു രജിസ്റ്റർ ഉണ്ട്. എന്താണ് രജിസ്റ്റർ? കത്ത് രജിസ്റ്റർ. നീ ഒന്ന് ഒപ്പിട്ട് വാങ്ങിക്കു വച്ചത്. എന്തിൻ്റെത്? ഓ യൂണിവേഴ്സിറ്റി ഒപ്പിട്ടെന്ന്. നോക്കട്ടെടാ നോക്കട്ടെടാ. സത്യേട്ടാ നിങ്ങക്ക് കണ്ടേ എന്താണ് സർട്ടിഫിക്കറ്റ്? അതിന്റെ ഒരു കുറവേ പെടുള്ളൂ, ബാക്കിയെല്ലാം ആയി. എന്താണ് സത്യേട്ടാ രാവിലെ തന്നെ അവനോട്? വാഴയ്ക്ക് വളർന്ന പോലെ അല്ല അത്. പറയുമ്പോ മോൻ വലിയ കലാകാരനൊക്കെ തന്നെയാ. പക്ഷെ 3 നേരം നക്കണൊക്കെ ഞാൻ പാടത്തേക്ക് ഇറങ്ങനെ വേണം. The Senate of the University hereby confers on him the degree of Bachelor of Medicine and Bachelor of Surgery. സത്യേട്ടാ സത്യേട്ടാ, നീ നമ്മുടെ മോൻ MBBS. അല്ലമ്മേ BTA. അല്ലടാ അത് MBBS ന്റെ സർട്ടിഫിക്കറ്റ് സത്യേട്ടാ. നോക്ക്. ഭ്രാന്തായി പറഞ്ഞു. ശരിയാണല്ലോ, നോക്കടാ. അയ്യോ, ഇത് ആർക്കും തെറ്റുപറ്റിരിക്കണ്ടോ? ആർക്കും തെറ്റുപറ്റിയതല്ലടാ. അച്ഛന് സന്തോഷായി മോനെ, അച്ഛന് സന്തോഷായി. അച്ഛനും അമ്മയും അറിയാതെ ഞങ്ങളുടെ ചീത്തയും കേട്ടിട്ട് MBBS എടുത്ത് വന്നിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ മകൻ നീയായിരിക്കും. അച്ഛന് സന്തോഷായി, സമാധാനായി മോനെ. ഇതെന്താ വാസം പുത്തൂരിന്റെ നാടക? അച്ഛന് തലയ്ക്ക് സുഖമില്ല. ഇത് ആർക്കും തെറ്റ് പറ്റിയിട്ടുള്ളതാണ്. എന്ത് തെറ്റ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, MBBS ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. വേണ്ട, ഇത് അങ്ങനെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ഇത് തെറ്റിയിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വന്നത്? സത്യേട്ടാ സത്യേട്ടാ, അവന് പാടാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. നീ വെറുതെ പാടം വയലൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നാടകം മതി. നിന്നെ നാടകം ചെവിക്കല്ലോ തരും ഞാൻ. സത്യേട്ടാ മോനെ 10-40 ലക്ഷം രൂപയും മുടക്കി 4-5 വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ലേ നിന്റെ കയ്യിലിരിക്കണേ? എടാ സമ്മതിക്കടാ, അമ്മയുടെ മോനല്ലേ, നമുക്ക് ഇവിടെ ഒരു ബോർഡൊക്കെ തൂക്കണ്ടേ? ശീതളൻ ഡോക്ടർ എന്നൊക്കെ. അമ്മയ്ക്ക് ഇത്ര വിവരമില്ല അമ്മേ. ഡോക്ടറാവെന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങോട്ട് ആവുക നിങ്ങളുടെതൊക്കെ ധാരണ. 5 വർഷത്തെ കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിന് പോകണം. ദൈവം കാണിച്ചു തന്ന ഒരു വഴിയാണിത്. ഇത് വേണ്ടതാ നീ പറയണത്? അച്ഛൻ, ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വെച്ചെങ്ങാനും ആരുടെയും ചികിത്സിച്ചാൽ വ്യാജ ഡോക്ടറായ ശീതളനെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് പോലീസ് വന്നാൽ അതിന്റെ നാണക്കേട് എന്റെ അച്ഛനാണ്. എന്താ നിന്റെ തലയില് കുതിരച്ചാണകോ? ഇത് യൂണിവേഴ്സിറ്റി തന്ന സർട്ടിഫിക്കറ്റ് അല്ലേ? ഇത് നീ ഡോക്ടർ ശീതളൻ MBBS, ഇത് വ്യാജാണോ? ആണോ? അതെ, നീ നാടകക്കാരനല്ല, ഡോക്ടറാണ് ഡോക്ടറാണ് ഡോക്ടറാണ്. അതെ മോനെ, ഏതായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി പഠിച്ചു തുടങ്ങിയാലും മതി. പുസ്തകം അച്ഛൻ വാങ്ങിത്തരാം. പിന്നെ ഈ ചപ്രത്തലയൊക്കെ വെട്ടിയിട്ട് ഒരു മനുഷ്യക്കോലത്തിലാവും. പിന്നെ ഒരു നല്ല ഷർട്ടോ എന്തെങ്കിലുമൊക്കെ തുന്നിയിട്, അതും വേണമെങ്കിൽ അച്ഛൻ ചെയ്തു തരാം. അതൊക്കെ എൻ്റെ മോൻ ചെയ്തോളൂ. എന്നാൽ പിന്നെ ഞാൻ ആ MLA ഒന്ന് പോയി കാണട്ടെ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വാക്കൻസി ഉണ്ടോ നോക്കാം. ഈ സർട്ടിഫിക്കറ്റ് വെച്ചു അവൻ്റെ കയ്യിൽ കൊടുക്കണ്ട. എൻ്റെ ഷർട്ടും കൂടെ എടുക്ക്. ദൈവമേ, ഭ്രാന്ത് എനിക്കാണോ അത് ഇവർക്കാണോ?